ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുഎഇയിലേക്ക് ശനിയാഴ്ച യുഎഇയിലെത്തും. 2 ദിവസം യുഎഇയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. ഇറാൻ US വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സന്ദർശനം. മുഹമ്മദ് റഹീസ് ഉണ്ട് ദുബായിൽ നിന്നും. റഹീസ്, ഈ സന്ദർശനത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്, പ്രാധാന്യമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ യുഎഇയിലേക്ക് എത്തണം. ഗൾഫ് രാജ്യങ്ങളിലെ ഈ പ്രസിഡന്റ് ഒക്കെ ആയിട്ട് ചർച്ച നടത്തണം. യുഎഇ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായിട്ട് ചർച്ച നടത്തണമെന്ന് ഇന്ത്യ തീരുമാനിച്ചേക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം കാര്യം അത് തീർച്ചയായിട്ടും ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നിൽ അത് പാകിസ്ഥാന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ത്യക്ക് വലിയ ക്ഷീണം ചെയ്തു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അത് പ്രതിപക്ഷം ആരോപണമായി ഉന്നയിക്കുന്നു. അതിനപ്പുറത്തേക്ക് അന്തർദേശീയ തലത്തിൽ ഇന്ത്യക്ക് കാര്യമായി ഇടപെടാൻ കഴിഞ്ഞില്ല, ഇടപെട്ടുകൊണ്ട് ഒരു സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ചർച്ചകൾ വഴിവെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ യുഎഇ അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനോട് പുലർത്തുന്നതിനപ്പുറത്തേക്കുള്ളൊരു സാമ്പത്തിക ബന്ധം, നയതന്ത്ര ബന്ധം ഇതൊക്കെയും ഇന്ത്യയോട് പുലർത്തുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞൊടിയിടയിൽ ഒരു 1.5 മാസം മുൻപ് യുഎഇ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരികയും ഒപ്പം തന്നെ ഒരു 2 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ഒടുവിൽ സുപ്രധാനമായിട്ടുള്ള പല കരാറുകൾ ഒപ്പിടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ റോള് അത് അന്തർദേശീയ തലത്തിൽ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മിന്നൽ സന്ദർശനം എന്നുള്ളത് ഉറപ്പാണ്. 11-ാം തീയതിയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. അതിനു മുമ്പ് മൗറീഷ്യസിൽ ഒരു പരിപാടിയുണ്ട്, ഒരു കോൺഫറൻസ് ഉണ്ട്. ആ കോൺഫറൻസിന് ശേഷമാകും ഇവിടേക്ക് എത്തുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് അതിനുശേഷം എങ്ങനെയാകണം ഈ വ്യാപാര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള മാറ്റം കൊണ്ടുവരണം. കാരണം 2 രാജ്യങ്ങൾക്കും സ്വാഭാവികമായിട്ടും കുറേയധികം സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായ ഒരു സമയം കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഏത് തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയാൽ ഈ സാമ്പത്തിക മേഖലയിൽ ഒരു ഉന്നമനം കൊണ്ടുവരാൻ കഴിയും, ഒരു റാപ്പിഡ് ഗ്രോത്ത് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് പ്രധാനമായിട്ടും ചർച്ചയാകും. യുഎഇയുടെ വിഷൻ 2030 ബന്ധപ്പെട്ട് ഇന്ത്യ ഒരു സുപ്രധാനമായിട്ടുള്ള പാർട്ട്ണറാണ്, പല മേഖലകളിലുമുള്ള പാർട്ട്ണറാണ്. അപ്പോൾ ആ ഇടപെടൽ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതടക്കമുള്ള സുപ്രധാനമായിട്ടുള്ള ചർച്ചകൾ നടത്തും. നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത് 2 ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സന്ദർശനത്തിൽ സ്വാഭാവികമായിട്ടും യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് സായിദ് ഉണ്ടാകും. ഒപ്പം തന്നെ ഇത്തരത്തിൽ ദുബായിയുടെ പ്രസിഡന്റ് ഉണ്ടാകും. അപ്പോൾ ആ നിലയ്ക്ക് നേതാക്കളൊക്കെയും കണ്ടുകൊണ്ട് ഒരു ചർച്ച നടത്തി പോവുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അദ്ദേഹത്തിനുള്ളത്. എന്തായാലും ഈ ഒരു സംഘർഷത്തിന് അതിനൊരു അയവ് വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ യുഎഇയിലേക്ക് വരാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.